പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. പുണ്യസ്നാനം ചെയ്ത് കേന്ദ്രമന്ത്രിമാർ. പവിത്രമായ നിമിഷം. നിർമ്മല സീതാരാമൻ. പ്രയാഗ്രാജ്. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തതിലൂടെ തനിക്ക് ലഭിച്ചത് പവിത്രമായ നിമിഷമാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. ഏക ഭാരതം, ശ്രേഷ്ഠ ഭാരതം, സർവസിവേ ഭാരതം എന്നതിന്റെ ജീവസുറ്റ പ്രതീകമാണ് മഹാകുംഭമേള. ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ സനാതന പാരമ്പര്യത്തിന്റെ മഹത്തായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനും മാ ഗംഗ, യമുന, സരസ്വതി എന്നിവരുടെ പവിത്രമായ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താനും എനിക്ക് ഭാഗ്യം ലഭിച്ചു, കേന്ദ്രമന്ത്രി പറഞ്ഞു. നിർമ്മല സീതാരാമൻ കുടുംബത്തോടൊപ്പമാണ് കുംഭമേളയിൽ പങ്കെടുക്കുവാൻ എത്തിയത്. തലമുറകളായി തുടർന്നു വരുന്ന പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കുംഭമേളയെന്ന് പുണ്യസ്നാനം നടത്തിയ ശേഷം കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു പറഞ്ഞു. തന്റെ ജീവിതകാലത്ത് മഹാകുംഭമേളയിൽ പങ്കെടുക്കാനും സാക്ഷ്യം വഹിക്കാനും കഴിഞ്ഞത് ഭാഗ്യമായി കരുതുന്നു. ഇവിടെ എത്തുമ്പോൾ അവിശ്വസനീയമായ ഊർജവും പോസിറ്റിവിറ്റിയും ലഭിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP MP തേജസ്വി സൂര്യ, ശിവസേന MP ശ്രീകാന്ത് ഷിൻഡെ, ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ ഉൾപ്പെടെയുള്ളവരും ഇന്നലെ കുംഭമേളയിൽ പങ്കെടുത്ത് പുണ്യസ്നാനം ചെയ്തു. പോലീസുമായുള്ള ഏറ്റുമുട്ടൽ. UPയിൽ 220 കുറ്റവാളികൾ കൊല്ലപ്പെട്ടു. ലക്നൗ. 2017 മുതലുള്ള കണക്കുകൾ പ്രകാരം ഉത്തർപ്രദേശിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ 220 കുറ്റവാളികൾ കൊല്ലപ്പെട്ടുവെന്ന് ധനവകുപ്പ് മന്ത്രി സുരേഷ് കുമാർ ഖന്ന നിയമസഭയിൽ ബജറ്റ് അവതരണത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിലായി നടന്ന പോലീസ് ഏറ്റുമുട്ടലിൽ 8022 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുറ്റവാളികൾ, ഗുണ്ടാ സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ എന്നിവർക്കെതിരെ ശക്തമായ നടപടികളാണ് UP സർക്കാർ സ്വീകരിക്കുന്നത്. 2017 മാർച്ച് 20-നും 2025 ജനുവരി 23-നുമിടെ നിരവധി കൊടും ക്രിമിനലുകളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞു. 68 മാഫിയ ക്രിമിനലുകൾക്കെതിരെ കേസെടുത്തു. ഇതിൽ 73 കേസുകളിലും ശിക്ഷ ഉറപ്പാക്കി. ഇവയിൽ 31 പേർ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിക്കപ്പെട്ടത്. 2 പേർക്ക് വധശിക്ഷയും ഉറപ്പാക്കി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ 27,425 കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. പോക്സോ വകുപ്പ് പ്രകാരം 11,254 കേസുകളും രജിസ്റ്റർ ചെയ്തു. 3,775 സ്ത്രീധന പീഡന മരണങ്ങളിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കി. ഇരയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കിയെന്നും മന്ത്രി പറഞ്ഞു. ഭാരതി ആചാര്യ സംഗമം 23-ന് ഭാഷാ സാംസ്കാരിക രംഗത്തുള്ളവരെ ആദരിക്കും. കൊച്ചി. ലോക മാതൃഭാഷാ ദിനത്തോടനുബന്ധിച്ച് അമൃത ഭാരതി വിദ്യാപീഠം വിവിധ താലൂക്കുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്ന ഭാഷാഭിമാന സദസ്സുകൾക്ക് ആരംഭം കുറിച്ച് 23-ന് ഇടപ്പിള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ഭാരതി ആചാര്യ സംഗമം നടക്കും. രാവിലെ 9-ന് ചങ്ങമ്പുഴ അക്ഷരശ്ലോക കളരി അവതരിപ്പിക്കുന്ന കാവ്യകേളി, 10-ന് സംസ്കൃത ഭാഷാ ഉന്നതാധികാര സമിതി അംഗം ഡോക്ടർ NV നടേശന്റെ അധ്യക്ഷതയിൽ ഭാരതി ആചാര്യ സംഗമത്തിന്റെ ഉദ്ഘാടനവും ഭാരതി ബിരുദദാനവും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ KK ഗീതാകുമാരി നിർവഹിക്കും. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി അധ്യക്ഷൻ EN നന്ദകുമാർ മുഖ്യ സന്ദേശം നൽകും. 11-ന് നടക്കുന്ന ആചാര്യ വന്ദന ചടങ്ങിൽ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും മേഖലയിൽ നിന്ന് തെരഞ്ഞെടുത്ത 12 ആചാര്യന്മാരെ ആദരിക്കും. കൃഷ്ണൻ കുറൂർ, RS ഭാസ്കർ, MN പുരുഷോത്തമൻ നമ്പൂതിരി, ഡോക്ടർ രേണുക PCV, N മോഹനൻ നായർ, ഡോക്ടർ KP ഹെഗ്ഡെ, ഡോക്ടർ ജോർജ് ഇരുമ്പയം, C പരമേശ്വരൻ, തുളസി കോട്ടുക്കൽ, കുമാരി മുക്കാടത്ത്, സെബാസ്റ്റ്യൻ NJ, സരസമ്മ K നായർ എന്നീ ആചാര്യന്മാരെ ഭാരതി ആചാര്യ സംഗമം ആദരിക്കും. കേന്ദ്ര സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ KK ഷൈൻ ആചാര്യ വന്ദന ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അമൃത ഭാരതി വിദ്യാപീഠം കുലപതി ഡോക്ടർ G ഗംഗാധരൻ നായർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. 11:45-ന് പ്രശസ്ത സാഹിത്യകാരി ശ്രീ കുമാരി രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന മാതൃഭാഷാഭിമാന സംഗമത്തിന്റെ ഉദ്ഘാടനം അബ്ദുൽ കലാം
സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് നിർവഹിക്കും. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. മാതൃഭാഷയും സ്വത്വവും എന്ന വിഷയത്തിൽ ഡോക്ടർ ജ്യോത്സ്ന ജി പ്രബന്ധം അവതരിപ്പിക്കും. ചടങ്ങിൽ എഴുത്തച്ഛൻ ചങ്ങമ്പുഴ സുബ്രഹ്മണ്യ ഭാരതിയാർ കവിതകളുടെ അവതരണവും ഭാഷാഭിമാന പ്രതിജ്ഞയും നടക്കും. വൈകിട്ട് ദില്ലിയുടെ ഹൃദയത്തിൽ BJP രേഖാ ഗുപ്ത സർക്കാർ ചുമതലയേറ്റു. ന്യൂഡൽഹി. രേഖാ ഗുപ്ത ഡൽഹിയുടെ 9ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. രാംലീല മൈതാനത്തെ പ്രൗഢഗംഭീര ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. പർവേഷ് സാഹിബ് സിംഗ്, ആശിഷ് സൂദ്, മഞ്ജീന്ദർ സിംഗ് സിർസ, രവീന്ദ്ര ഇന്ദ്ര സിംഗ്, കപിൽ മിശ്ര, പങ്കജ് കുമാർ സിംഗ് എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി രേഖാ ഗുപ്ത ചുമതലയേറ്റു. വൈകിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ചേർന്ന് യമുന ആരതി നടത്തി. ആദ്യ മന്ത്രിസഭാ യോഗവും ചേർന്നു. 1/4 നൂറ്റാണ്ടിനു ശേഷം സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയതിനാൽ ആഘോഷപൂർവ്വമായിരുന്നു സത്യപ്രതിജ്ഞ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ, മറ്റു കേന്ദ്രമന്ത്രിമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള NDA മുഖ്യമന്ത്രിമാർ, BJP NDA ദേശീയ നേതാക്കൾ, ഉപമുഖ്യമന്ത്രിമാർ, ആം ആദ്മി പാർട്ടി രാജ്യസഭാ MP സ്വാതി മലിവാൾ, ഡൽഹിയിലെ BJP MPമാർ, വിവിധ മതപണ്ഡിതർ എന്നിവരും വേദിയിൽ സന്നിഹിതരായിരുന്നു. വിവിധ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളും ആയിരക്കണക്കിന് പ്രവർത്തകരും ചടങ്ങിന് സാക്ഷിയാകാനെത്തി. ഷാലിമാർ ബാഗിൽ നിന്നുള്ള MLA-മാരായ രേഖ മഹിളാ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റാണ്. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. അന്തരിച്ച മുതിർന്ന നേതാവ് സുഷമ സ്വരാജ് ആയിരുന്നു BJPയുടെ ഡൽഹിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി. 70 അംഗ നിയമസഭയിൽ 48 സീറ്റ് നേടിയാണ് സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയത്. ഗൗരി നന്ദനയെ അനുമോദിച്ചു. കോഴിക്കോട്. തിരുവനന്തപുരത്ത് നടന്ന ചിലങ്ക നൃത്തോത്സവത്തിൽ സമാപന ദിവസം ഭരതനാട്യം അവതരിപ്പിച്ച നർത്തകി ഗൗരി നന്ദനയെ അനുമോദിച്ചു. ചടങ്ങിൽ കലാമണ്ഡലം വിമല മേനോൻ, IHRD ഡയറക്ടർ ഡോക്ടർ P ശ്രീകുമാർ, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ മെമ്പർ സെക്രട്ടറി PS മാനേഷ് എന്നിവർ പങ്കെടുത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കലാകാരന്മാർ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക്, സത്രിയ എന്നിവയുൾപ്പെടെയുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾ അവതരിപ്പിച്ചു. കായികം. KOA പ്രസിഡന്റിന്റെ ആരോപണങ്ങൾ. ചൈനീസ് പടക്കം. ഷറഫലി. തിരുവനന്തപുരം. കേരള ഒളിമ്പിക് അസോസിയേഷൻ, കേരള സ്പോർട്സ് കൗൺസിൽ പോര് മുറുകുന്നു. സ്പോർട്സ് കൗൺസിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന ഹോക്കി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽകുമാറിന്റെ ആരോപണം തരം താണതാണെന്നും പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫലി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സുനിൽകുമാറിന്റെ ആരോപണങ്ങൾ ചൈനീസ് പടക്കമായി കണ്ടാൽ മതിയെന്ന് പരിഹസിച്ച ഷറഫലി മന്ത്രി വട്ടപൂജ്യമാണെന്ന് പറയാൻ അയാൾ ആരാണെന്നും ചോദിച്ചു. ഹോക്കി അസോസിയേഷന് മാത്രമായി കഴിഞ്ഞ 4 വർഷത്തിനിടെ 23,83,856 രൂപ സർക്കാർ നൽകിയിട്ടുണ്ട്. തുക അനുവദിച്ചതിന്റെ രേഖയും മന്ത്രി പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഹോക്കിയിൽ സംസ്ഥാനത്തിന്റെ നിലവാരം താഴേക്ക് പോയി. സർക്കാർ നൽകിയ ഗ്രാന്റ് ഉപയോഗിച്ച് ഒളിമ്പിക് അസോസിയേഷൻ സർക്കാരിനെതിരെ സമരം ചെയ്തു. 90% ഫണ്ടും കായിക മേഖലയിൽ ഉപയോഗിക്കണമെന്ന് ചട്ടമുണ്ട്. ഇത് മറികടന്നുകൊണ്ടാണ് ഫണ്ട് ദുർവിനിയോഗം ചെയ്തത്. എത്ര തുക വിനിയോഗിച്ചെന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും സ്പോർട്സ് കൗൺസിൽ ആവശ്യമുന്നയിച്ചു. സുനിൽകുമാറിന്റെ ആരോപണങ്ങൾ വ്യക്തിപരമെന്നാണ് ഒളിമ്പിക് അസോസിയേഷൻ ട്രഷററും സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റുമായ MR രഞ്ജിത്ത് പറഞ്ഞു. ട്രഷറർ ആയിട്ടുള്ള തന്നെ പോലും അറിയിച്ചിട്ടില്ല. വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണങ്ങളാണ് സുനിൽ ഉന്നയിച്ചതെന്നും രഞ്ജിത്ത് പറഞ്ഞു. ജൂനിയർ ദേശീയ ഗെയിംസ് ജേതാവ് പരിശീലനത്തിനിടെ മരിച്ചു. യാഷ്തിക ആചാര്യ. ജയ്പൂർ. ജൂനിയർ ദേശീയ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ പവർ ലിഫ്റ്റിൽ ജിമ്മിൽ പരിശീലനത്തിനിടെ മരിച്ചു. രാജസ്ഥാനിലെ
ബിക്കാനീർ ജില്ലയിൽ താമസിക്കുന്ന വനിതാ പവർ ലിഫ്റ്റിൽ യാഷ്തിക ആചാര്യ 17 ആണ് ജിമ്മിലെ പരിശീലനത്തിനിടെ 270 കിലോഗ്രാം ഭാരമുള്ള ബാർബെൽ കഴുത്തിൽ വീണ് മരിച്ചത്. പരിശീലകന്റെ സഹായത്തോടെ ഭാരമുയർത്തുന്നതിനിടെയാണ് യാഷ്തികയ്ക്ക് അപകടമുണ്ടായത്. അപകടത്തിൽ പരിശീലകനും നിസാര പരിക്കേറ്റിട്ടുണ്ട്. അപകടം നടന്ന ഉടൻ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു. കുടുംബത്തിന് പരാതിയില്ലാത്തതിനാൽ സംഭവത്തിൽ കേസെടുത്തിട്ടില്ലെന്ന് SHO അറിയിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു. ഫൈനൽ ഇന്ന്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് ഫ്ലഡ്ലിറ്റ് ബാസ്കറ്റ്ബോൾ സ്റ്റേഡിയത്തിൽ പുരുഷ വനിതകൾക്കായുള്ള 60ാമത് മാർ ഇവാനിയോസ് ട്രോഫിയുടെ ഇന്റർ കോളേജിയറ്റ് ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിന്റെ ഫൈനലിന് വേദിയൊരുങ്ങി. വനിതാ വിഭാഗത്തിൽ ആദ്യ സെമിയിൽ അൽഫോൻസ കോളേജ് പാല SM കോളേജ് കൊല്ലത്തിനെ 47-46 ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ തോൽപ്പിച്ച് ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷന്മാരിൽ ആതിഥേയനായ മാർ ഇവാനിയോസ് കോളേജിനെ തോൽപ്പിച്ച് ശ്രീ കേരളവർമ്മ കോളേജും 84-60 ഫൈനലിൽ കടന്നു. വനിതാ ഗില്ലടിയിൽ തുടങ്ങി. ഭാരതത്തിന്റെ 6 വിക്കറ്റ് വിജയം. ദുബായ്. ശുഭ്മാൻ ഗില്ലിന്റെ സെഞ്ചുറി 101 മികവിൽ ഭാരതം ICC ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ 6 വിക്കറ്റ് വിജയം നേടി. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 49.4 ഓവറിൽ 228 റൺസ് എടുത്ത് ഓൾ ഔട്ടായി. രണ്ടാമത് ബാറ്റ് ചെയ്ത ഭാരതം 3.3 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ബംഗ്ലാ ബാറ്റർമാരുടെ 5 വിക്കറ്റ് വീഴ്ത്തിയ ഭാരത പേസർ മുഹമ്മദ് ഷമിയുടെ പങ്കും മത്സരത്തിൽ നിർണായകമായി. ഷമിയും ബുംറയ്ക്ക് പകരക്കാരനായി ബൗളിംഗ് ഓപ്പൺ ചെയ്ത ഹർഷിത് റാണയും ചേർന്ന് തുടക്കത്തിലെ ബംഗ്ലാ ബാറ്റർമാരെ സമ്മർദ്ദത്തിലാക്കി. ആദ്യ 10 ഓവറിനുള്ളിൽ 35 റൺസ് എടുക്കുന്നതിനിടെ 5 വിക്കറ്റ് നഷ്ടപ്പെടുത്തി. എന്നാൽ 6ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ട്രൗഹിഡ് ഹൃദോയും 100, ജേക്കർ അലിയും 68 ബംഗ്ലാദേശിന് ജീവൻ തിരിച്ചു നൽകി. ഇവരുടെ 154 റൺസ് കൂട്ടുകെട്ട് ബൗളിംഗിന് അനുകൂലമായ ദുബായിലെ പിച്ചിൽ ബംഗ്ലാദേശിന് പൊരുതാവുന്ന ടോട്ടൽ സമ്മാനിച്ചു. ഭാരതത്തിനായി മികച്ച തുടക്കം നൽകിയാണ് രോഹിത് ശർമ്മ 41 പുറത്തായത്. വിരാട് കോഹ്ലി 22. പിന്നാലെ മധ്യനിരയിൽ ശ്രേയസ് അയ്യരും 15, അക്ഷർ പട്ടേലും പുറത്തായത് ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കി. 5ാം വിക്കറ്റിൽ ഗില്ലിനൊപ്പം ചേർന്ന് KL രാഹുൽ 41 ക്ഷമയോടെ പൊരുതി ഭാരതത്തെ വിജയത്തിലേക്ക് നയിച്ചു. സ്വപ്നത്തിനു മുന്നിൽ ജയ്മീത്. കേരളം ഗുജറാത്ത് രഞ്ജി സെമി. അഹമ്മദാബാദ്. രഞ്ജിയിൽ ആദ്യ ഫൈനൽ പ്രവേശനം എന്ന കേരളത്തിന്റെ സ്വപ്ന സാഫല്യത്തിന് മുന്നിൽ ഗുജറാത്ത് ബാറ്റർ ജയ്മീത് പട്ടേൽ. മത്സരം സമനിലയിൽ കലാശിക്കുമെന്ന് ഉറപ്പായി. 1ാം ഇന്നിംഗ്സിൽ ലീഡ് ചെയ്യുന്നവർ ഫൈനലിൽ പ്രവേശിക്കുന്ന തരത്തിലാണ് നിലവിൽ കളി എത്തിയിരിക്കുന്നത്. ആദ്യ ഇന്നിംഗ്സിൽ കേരളം നേടിയ 457 റൺസിനെതിരെ ആതിഥേയരായ ഗുജറാത്ത് 7 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എടുത്തു. 28